ചെറിയ ചെറിയ പൂരങ്ങൾ, അത് പല ക്ഷേത്രങ്ങളിൽ നിന്നും ചെറിയ ചെറിയ പൂരങ്ങളായി വന്നാണ് അവിടെ ആശ്രമം മൈതാനത്തിൽ വലിയ പൂരമായി മാറുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഏത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാവും. പിന്നെ ഇത് ഹൈക്കോടതിയുടെ സ്ട്രിക്റ്റായ നടപടിയുണ്ട്, പിന്നെ ഉത്തരവുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ അതിന് സാമ്യമുള്ളതായ കൊടിയോ ചിഹ്നമോ പാടില്ല എന്നുള്ള കൃത്യമായ ഉത്തരവുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കടയ്ക്കൽ നടന്ന 2 ക്ഷേത്രങ്ങളിൽ നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനിടയിൽ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്ര പരിസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ആ ഉപദേശക സമിതിക്ക് കത്ത് കൊടുക്കണം, പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് തന്നെ കത്ത് കൊടുക്കണം. അവർ ചെയ്തില്ല എങ്കിൽ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ പിന്നെ വിധി കൃത്യമായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കടയ്ക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഞങ്ങളുടെ സെക്രട്ടറിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പിന്നെ ജഡ്ജ്മെൻറ്റ് വന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ഇത് പാലിക്കപ്പെടേണ്ടത്, ജഡ്ജ്മെൻറ്റ് കൃത്യമായി പാലിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ കൊല്ലം AC ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട് ഞങ്ങൾക്ക്. ആ വിജിലൻസ് SP-യുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ആരാണോ അതിന് ഉത്തരവാദി ആ ക്ഷേത്ര ഉപദേശക സമിതിക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളിത് പരിശോധിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ രാജ്യത്തും നമ്മുടെ നാട്ടിലും നടന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ക്ഷേത്രങ്ങളെ പിന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വച്ചുറപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മത സാമുദായിക സംഘടനകളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് സ്വച്ഛശാന്തമായി പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും ശരി തന്നെ, മത സാമുദായിക സംഘടനകളുടെ ആയാലും ശരി തന്നെ പിന്നെ പരിപാടികൾ നടത്തുന്നതിനോ പ്രോഗ്രാം നടത്തുന്നതിനോ നിയോഗിക്കപ്പെടുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ വിധിയുണ്ട്. അതിൽ ആ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കോടതി പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മാത്രമല്ല, സാമ്യമുള്ളതായ കൊടിയോ ചിഹ്നമോ പാടില്ല എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ചില ഉപദേശക സമിതികൾ ഇപ്പോൾ ചെയ്യുന്നത്, ഈ ഉപദേശക സമിതികളുടെ കൊടി എന്ന് പറഞ്ഞിട്ട് ഏകവർണ്ണത്തിലുള്ള കൊടി വെച്ചിട്ട് അതിൽ ഇന്ന ഉപദേശക സമിതി എന്നങ്ങ് വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള മട്ടാണ്. പക്ഷേ ഉപദേശക സമിതിക്ക് അങ്ങനെ ഒരു കൊടിയില്ല. ഉപദേശക സമിതികളുടെ കർത്തവ്യം എന്ന് പറയുന്നത് അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പിന്നെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ സഹായിക്കുക എന്നുള്ളതാണ്, ദേവസ്വം ഉദ്യോഗസ്ഥരെ ഭരിക്കുക എന്നുള്ളതല്ല ക്ഷേത്ര ഉപദേശക സമിതിയുടെ ചുമതല എന്ന് പറയുന്നത്. എല്ലാവരുടെയും, വരുന്ന ഭക്തജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു കൂട്ടായ്മയാണല്ലോ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഇടം കൂടിയാണ്. ഉത്സവങ്ങൾ നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ സഹായിക്കുവാനുള്ള ഒരു സമിതിയാണ് ഉപദേശക സമിതി. പക്ഷെ പല സ്ഥലത്തും ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന സമീപനത്തിലേക്ക് ഉപദേശക സമിതികൾ മാറുന്നുണ്ട്. അത് ശരിയല്ല. ഉപദേശക സമിതികൾ എന്തൊക്കെയായിരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ, അവരുടെ ചുമതലകൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിബന്ധന ദേവസ്വം ബോർഡിൻ്റേതായിട്ടുണ്ട്. അത് ധിക്കരിച്ചുകൊണ്ട് ഒരു ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഉപദേശക സമിതികൾ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. അതിന് കൃത്യമായ വിധിയും ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.